ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ, കർത്താവ് തിഷ്ബിനായ ഏലിയായോട് അരുളി ചെയ്യുന്നു, നീ ചെന്ന് സമറിയയിലുള്ള ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബിനെ കാണണം. അവനോട് നീ ചോദിക്കണം, നീ നാബോത്തിനെ കൊന്ന് അവൻ്റെ വസ്തു കൈവശപ്പെടുത്തിയോ? വീണ്ടും പറയണം, നീ അവനെ വധിച്ചതുകൊണ്ട് നിന്റെ ഭാര്യയുടെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച് അവൻ്റെ വസ്തു കൈവശപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങിയതുകൊണ്ടോ അവനെ വധിച്ചതുകൊണ്ടോ നാബോത്തിൻ്റെ രക്തം വീണ സ്ഥലത്ത് നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കി കുടിച്ചു. ആ സ്ഥലത്ത് നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. തീർന്നില്ല, തുടർന്ന് പറയുന്നു, നിന്റെ ഭവനം മുഴുവൻ നശിപ്പിക്കപ്പെടും. നിനക്കുള്ള ഇസ്രായേലിലെ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ വധിക്കും. നീ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു, കർത്താവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ കൊണ്ട് നീ പാപം ചെയ്യിപ്പിച്ചു. തുടർന്ന് പറയുന്നത്, നിന്റെ ഭവനം ജെറോബാമിൻ്റെ ഭവനം പോലെയും ബാഷയുടെ ഭവനം പോലെയും ഞാൻ ആക്കി തീർക്കും എന്ന് പറഞ്ഞാൽ തകർത്ത് തരിപ്പണമായി തീരുന്ന ഒരവസ്ഥയാണ്. അർഹതയില്ലാത്ത പലതും നേടിയെടുക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അത് നിൻ്റെയും നിൻ്റെ ഭവനത്തിൻ്റെയും തകർച്ചയിലേക്ക് പോകുന്ന വഴികളാണ് എന്ന് നീ തിരിച്ചറിയണം. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി പലതും ചെയ്തു കൊണ്ടു അനുഭവിക്കുന്നതും അവനും അവൻ്റെ തലമുറകളുമായി തീരും. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏലിയായോട് ആഹാബ് രാജ ചോദിക്കൊണ്ട്, എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പറഞ്ഞു, കണ്ടെത്തി. കാരണം ഏലിയ സംസാരിക്കുന്ന ഏലിയയുടെ വാക്കുകളല്ല, കർത്താവിൻ്റെ വാക്കുകളാണ്. കർത്താവാണ് അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. നമ്മൾക്ക് കിട്ടുന്ന ദൈവവചനത്തിലൂടെയും പ്രബോധകരിലൂടെയും പ്രസംഗത്തിലൂടെയുമല്ല, ദൈവത്തിൻ്റെ ചിന്ത കിട്ടുമ്പോൾ അത് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന് കണ്ടെത്തി തന്നെ എളിമപ്പെടുത്തുവാനും അനുദപിക്കുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.